Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ കോൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ. നമ്മൾ ഈ മൊഡ്യൂൾ നമ്പർ തിയറി എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നായിരുന്നു. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാറ്റഗറൈസേഷനായ പ്രൈം നമ്പേഴ്സിനെയും കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഏതൊരു നാച്ചുറൽ നമ്പറിന് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രൈം ഫാക്ടറൈസേഷൻ റെപ്രസെൻറ്റേഷൻ്റെ ഒരു തിയറമായ യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം ഉപയോഗിച്ച് എപ്രകാരം രണ്ട് നമ്പേഴ്സ്, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ നമ്പേഴ്സിൻ്റെ LCMഉം HCFും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഹയസ്റ്റ് കോമൺ ഫാക്ടറിനെയും ലോവസ്റ്റ് ഓർ ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലിനെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCMനെയും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു നിർത്തി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു പുതിയ കോൺസെപ്റ്റാണ്, ദാറ്റ് ഈസ് യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ. പേര് കുറച്ച് പുതിയതാണെങ്കിലും ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് തികച്ചും പരിചിതമാണ്. നമുക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് ലെമ്മ എന്ന് നോക്കാം. ലെമ്മ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ തിയറം. ഒരു തിയറത്തിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ സബ് തിയറമായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ എന്ന് വിളിക്കുന്നത് ലെമ്മ എന്ന് വിളിക്കുന്നത്. ഒരു തിയറം പോലെ തന്നെ തിയറത്തിന് നിങ്ങൾ എന്ത് ഡെഫിനേഷനാണ് കൊടുക്കുന്നത് അതേ മീനിങ് തന്നെ നിങ്ങൾ എന്തിനും എടുത്താൽ മതി, ലെമ്മയ്ക്കും എടുത്താൽ മതി. ലെമ്മ മീൻസ് എ സബ് തിയറം, അത്ര ഉദ്ദേശിക്കുന്നു. അപ്പോൾ യൂക്ലിഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത ഡിവിഷനെ പറ്റിയുള്ളൊരു തിയറമാണ് ഇത് യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത്. എന്താണ് യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ പറയുന്നത് നോക്കാം. The statement of Euclidean division lemma is given two integers a and b. There exist unique integers q and r such that a is equal to bq plus r, where 0 less than or equal to r less than absolute value of b. എന്താ പറയുന്നത്, രണ്ട് ഇൻഡിജേഴ്സ്. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ഒരു പടി കൂടെ കടന്ന് എന്തിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന നമ്പേഴ്സിനെ പറ്റിയാണ് യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ പ്രതിപാദിക്കുന്നു. അപ്പോൾ രണ്ട് ഇൻഡിജേഴ്സ് എയും ബിയും രണ്ട് ഇൻഡിജേഴ്സ് ആണെങ്കിൽ ആ ഒരു ഇൻഡിജറിനെ മറ്റൊരു ഇൻഡിജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, എപ്പോഴും വലിയ ഇൻഡിജർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെറിയ ഇൻഡിജർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എയും ബിയും രണ്ട് ഇൻഡിജേഴ്സ് ആണെങ്കിൽ അവിടെ എ എന്ന് പറയുന്ന ഇൻഡിജറിനെ ബി എന്ന് പറയുന്ന മറ്റേ ഇൻഡിജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ്, there exist two unique integers, മറ്റ് രണ്ട് യുണീക്ക് ആയിട്ടുള്ള ഇൻഡിജേഴ്സ് ഉണ്ടായിരിക്കും. they are q and r, so that we can write a as b into q plus r. അതായത് നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ച ഡിവൈസർ ഡിവിഡൻഡ് റിലേഷൻഷിപ്പ്, അതാണ് ശരിക്കും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയില്ല. അത് തന്നെ ഇവിടെയും പറയുന്നത്, എയും ബിയും രണ്ട് നമ്പേഴ്സാണ്. അതിൽ എ എന്ന് പറയുന്നത് ഡിവിഡൻറ്റും ബി എന്ന് പറയുന്നത് ഡിവൈസറുമാണെങ്കിൽ എ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിവൈസർ ബി ഇൻറ്റു ക്യൂ കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ, വേർ the remainder lies between 0 and absolute value of b. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വലിയ ക്ലാസ് ആയതുകൊണ്ട് ആബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള പുതിയ കോൺസെപ്റ്റുകൾ നിങ്ങളുടെ പരിചയമായതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആബ്സല്യൂട്ട് വാല്യൂ ഒക്കെ ചേർത്ത് ഒരു പുതിയ ഫോമിൽ മോഡിഫൈഡ് വേർഷനായിട്ട് എന്തിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ പണ്ട് പഠിച്ച ഡിവൈസർ ഡിവിഡൻഡ് റിലേഷൻഷിപ്പിനെ പ്രസൻറ്റ് ചെയ്തേക്കുക. ദാറ്റ് ഈസ് എയും ബിയും രണ്ട് ഇൻഡിജേഴ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് മറ്റ് രണ്ട് ഇൻഡിജേഴ്സായ യുണീക്ക് ഇൻഡിജേഴ്സായ ക്യൂവിനെയും ആറിനെയും കണ്ടുപിടിക്കാൻ പറ്റും, സച്ച് ദാറ്റ് ഹിയർ ക്യൂ റെപ്രസെൻറ്റ് കോഷ്യന്റ് ആൻഡ് ആർ റെപ്രസെൻറ്റ് റിമൈൻഡർ. So a is equal to b into q plus r, that is dividend is equal to divisor into quotient plus remainder. അതിന് രണ്ട് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ദാറ്റ് ഈസ് 455 ഈക്വൽ ടു 42 into 10 plus 35. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 455 എന്ന് പറയുന്ന നമ്പറിനെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യന്റ് ക്യൂവും റിമൈൻഡർ 35 ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് 455 ആസ് 42 into 10 plus 35. ഒന്ന് ചെയ്ത് നോക്കാം ഡിവിഷൻ പ്രൊസീജിയർ. ദാറ്റ് ഈസ് ഹിയർ ദ ഡിവിഡൻഡ് ഈസ് 455 and we are dividing 455 by using the divisor 42. 42 into 10 എത്ര നമുക്കറിയാം, 420 ആണെന്നറിയാം അല്ലേ.
അപ്പോൾ ഇത് 420യേക്കാട്ടിൽ വലിയ വാല്യൂ 455 എന്ന് പറയുന്നത്. സോ 42 എത്രയാണെന്ന് നോക്കാം. 2 4 2 6 4. So 42 into 10 is 420 and 42 into 11 is 462 അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ 462 എന്ന് പറയുന്നത് 455നേക്കാൾ വലിയ വാല്യൂ ആയതുകൊണ്ട് തന്നെ we can choose 420 as our number. So 42നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 455നേക്കാൾ ചെറുതാണ്. സോ വി ക്യാൻ ചൂസ് 10 ആസ് ദ ക്വോഷ്യന്റ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പറയാം, ഇനി ഇത് പോട്ടെ, കുറച്ച് എളുപ്പമായിട്ട്. ഇപ്പോൾ ഞാൻ 10 എന്ന് പറയുന്ന ക്വോഷ്യൻ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നേരിട്ട് അങ്ങനെ എഴുതിയത്. അല്ലെങ്കിൽ കുറച്ച് എളുപ്പം നമുക്ക് ഇങ്ങനെ പറയാം 455 ഡിവൈഡ് ബൈ 42. ഇവിടെ 42 2 ഡിജിറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു 45 2 ഡിജിറ്റ്സ് എടുക്കുന്നു. സോ 45 ഈസ് ഗ്രേറ്റർ ദാൻ 42. സോ 42 into 1 നമുക്ക് എന്തെഴുതാം 42 അല്ലേ? അഗെയിൻ 45 minus 42 ഈസ് 3. 5 താഴേക്ക് ഇറക്കി എഴുതുന്നു. നമ്മൾ പണ്ട് പഠിച്ച ഡിവിഷൻ നോക്കുക. ഇവിടെ കിട്ടിയ 35 എന്ന് പറയുന്ന വാല്യൂ എന്തിനേക്കാൾ ചെറുതാണ്? 42നേക്കാൾ ചെറുതാണ്. സോ വി ക്യാൻ ആഡ് 0 ഹിയർ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈ 10 എന്ന് പറയുന്നത് ക്വോഷ്യൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. 35 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? റിമൈൻഡർ ആയിട്ട് എടുക്കാം. ഇതിന് നേരത്തെ ചെയ്തത് ദാറ്റ് ഈസ് 455 ഡിവൈഡ് ബൈ 42. 42 into 10 is 420 and the remainder we will get it as 35. അപ്പോൾ നമ്മൾ സിംപ്ലസ്റ്റ് മെത്തേഡെന്ന് ഉദ്ദേശിക്കുന്നത് ഇതായതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. 455നെ 42 ഡിവൈഡ് ചെയ്യുമ്പം 42ൽ 2 ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് 455ലെയും 2 ഡിജിറ്റ്സ് എടുക്കും. ദർഫോർ 4ഉം 5ഉം എടുക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? 42 into 1 is 42, remainder is 3, balance is 3, not remainder, balance is 3. We are carrying our 5 over here. Here 35 ആയിട്ട് നമുക്ക് കിട്ടിയ റിമൈൻഡർ പൊസിഷൻ നമുക്ക് കിട്ടിയ വാല്യൂ 42നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കുന്നു? 0 എന്ന് പറയുന്ന നമ്പറിനെ ക്വോഷ്യൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. അഗെയിൻ 35 ചെറുതായി നമുക്ക് എന്താണ് എടുക്കാം? റിമൈൻഡർ. അടുത്ത ഡിജിറ്റ്സ് നമുക്ക് ഇറക്കി എഴുതാനില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡിജിറ്റ് നമ്മൾ താഴോട്ട് ഇറക്കി എഴുതുമായിരുന്നു. ഇപ്പം നെക്സ്റ്റ് ഡിജിറ്റ് ഇറക്കി എഴുതാനില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ വെച്ച് ഡിവിഷൻ പ്രൊസീജിയറിന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇവിടെ എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 455ഉം ബിയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 42ഉമാണ് അല്ലേ? അങ്ങനെ വി ക്യാൻ സേ ദാറ്റ് there exists here a and b are integers. So by Euclidean division lemma there exists two numbers q and r such that a is equal to b into q plus r അല്ലേ? എങ്ങനെ എഴുതാം? 455 is equal to 42 into, here q means quotient. What is the quotient over here? 10 plus remainder is 35. But remainder value പ്രത്യേകം ശ്രദ്ധിച്ചോണം. The value of the remainder should lies between 0 and absolute value of b. b യുടെ പോസിറ്റീവ് വാല്യൂ, b നെഗറ്റീവ് ആണെങ്കിൽ പോലും b യുടെ പോസിറ്റീവ് വാല്യൂവിനോടും വാല്യൂവിൻ്റെയും 0യുടെ ഇടയ്ക്കായിരിക്കണം ആരുടെ വാല്യൂ എന്ന് പറയുന്നത്? റിമൈൻഡറിൻ്റെ വാല്യൂ. സോ ഹിയർ since 35 lies between 0 and 42 or absolute value is 42. Absolute value of 42 is 42 itself. So the remainder satisfies the condition. So we can write 455 as 42 into 10 plus 35. അങ്ങനെയാണ് നമ്മൾ യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അനുസരിച്ച് നമ്മൾ 455നെയും 42നെയും ഡിവൈസർ ഡിവിഡൻഡ് റൂൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യും. വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് വൺ? 24. 24 എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ എ ആയിട്ടും ബി ആയിട്ട് ഞാൻ 5നെയും ചൂസ് ചെയ്തിരിക്കട്ടെ. ഹിയർ എ ഈസ് 24, എയുടെ പൊസിഷൻ എന്ന വാല്യൂ 24ഉം ബിയുടെ പൊസിഷൻ എന്ന വാല്യൂ 5ഉമാണ്. അങ്ങനെയെങ്കിൽ ക്യൂ മാറി എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കും? 24 ഡിവൈഡഡ് ബൈ 5. ഹിയർ 5 4s are 20 and the remainder is 4. 4 5നേക്കാൾ ചെറുതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൈൻഡർ ആയിട്ട് ചൂസ് ചെയ്യുന്നു. നമുക്ക് ഇറക്കി എഴുതാനൊന്നുമില്ല. നേരത്തെ പ്രോബ്ലത്തിനകത്ത് നമ്മൾ 5 താഴേക്ക് ഇറക്കി എഴുതിയിട്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും ചെറുതായപ്പോൾ നമ്മൾ എന്തിട്ടത്? 0 നമ്മൾ കൊടുത്തത്. ഇവിടെ നമുക്ക്
താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ ഡിജിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹിയർ 4 ക്യാൻ ബി ചൂസൺ ആസ് ദ റിമൈൻഡർ. അങ്ങനെയെങ്കിൽ എങ്ങനെ എഴുതാം? ബൈ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ 24 the dividend is equal to divisor 5 into q, quotient 4 plus remainder, that is again 4 itself. Here the value of 4 lies between 0 and absolute value of 5. So by Euclidean division lemma, a and b, 24 and 5 can be represented as 24 is equal to 5 into 4 plus 4, where 4 is the quotient and 4 is the remainder. What about the third question? A third example കാണിച്ചിരിക്കുന്ന പ്രത്യേകത എന്താ? Third example നാത്ത് ഞാൻ എഴുതാം. അതെടുത്ത് -36 is equal to -8 into 5 plus 4. ഇത് നമ്മൾ A, B, Q, R എന്നീ പൊസിഷൻസ് അതായത് സാധനങ്ങൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഹിയർ നമുക്ക് എന്ത് കിട്ടും? A is equal to -36 and B is equal to -8 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ ഇൻഡിജേഴ്സ് തന്നെയാണ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുന്നത് പറഞ്ഞിട്ടില്ല. എന്ത് വേണം? എയും ബിയും രണ്ട് ഇൻഡിജേഴ്സ് ആയാൽ മതി. അപ്പോൾ എയും ബി ഇൻഡിജേഴ്സ് തന്നെയാണ്, -36ഉം -8. അപ്പോൾ അങ്ങനെ എയുടെയും ബിയുടെയും വാല്യൂ ഇൻഡിജേഴ്സാണ്, പക്ഷെ നെഗറ്റീവ് നമ്പേഴ്സ് വരുന്നു. അങ്ങനെ നെഗറ്റീവ് നമ്പേഴ്സ് വരുമ്പോൾ ആ ഡിവിഷൻ പ്രൊസീജിയർ കുറച്ചൊരു ട്രിക്കി ആയിട്ട് മാറും. അതെങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തോന്നും ശരിയാണ്, -36 is equal to -8 into 5, that is -40 plus 4. പക്ഷേ ഡിവിഷൻ പ്രൊസീജിയർ നമ്മളിത് ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ എഴുതാൻ വേണ്ടി നമ്മൾ ഡിവിഷൻ പ്രൊസീജിയർ, ആക്ച്വൽ ഡിവിഷൻ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ കുറച്ച് ട്രിക്കിയാണത്. അതെങ്ങനെയാണെന്ന് നോക്കാം. That is, here the dividend is -36 when we are dividing it with the divisor -8. ഇനി ഇവിടെ നമ്മൾ -36നെ -8 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? ഒരു നെഗറ്റീവ് വാല്യൂവിനെ മറ്റൊരു നെഗറ്റീവ് വാല്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും കോഷ്യന്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതെപ്പോഴും ഓർത്തുകൊള്ളുക. -a/-b, അപ്പോൾ നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് പോയി കോഷ്യന്റ് എന്ത് കിട്ടും? കോഷ്യന്റിന്റെ സൈനാണ് ഈ സൈൻ പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഷ്യന്റിന്റെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ കിട്ടുന്ന കോഷ്യന്റിന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിമൈൻഡർ, 6 ആയിട്ട് കിട്ടുന്ന റിമൈൻഡറിന്റെ വാല്യൂ ഇറ്റ് ഷുഡ് ലൈസ് ബിറ്റ്വീൻ 0 and absolute value of b. That is, whatever the r, it should lies between 0 and absolute value of -8. That is, നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0യ്ക്കും 8നും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. സോ ഇങ്ങനെ ഒരു ഡിവിഷൻ പ്രൊസീജിയർ നെഗറ്റീവ് നമ്പറിനെ മറ്റൊരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഡിവിഷൻ പ്രൊസീജിയർ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് മനസ്സിൽ വേണ്ടത്. ഒന്ന്, അവിടെ ഉണ്ടാകുന്ന കോഷ്യന്റ് പോസിറ്റീവ് ആയിരിക്കണം. കൂടാതെ റിമൈൻഡർ എന്ന് പറയുന്നത് 0യ്ക്കും ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബിക്കും ഇടയിലായിരിക്കണം. ഹിയർ ബി ഇറ്റ് ഈസ് -8. സോ ദ റിമൈൻഡർ ഷുഡ് ലൈസ് ബിറ്റ്വീൻ 0 and 8. അങ്ങനെയെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഡിവിഷൻ പ്രൊസീജിയറിനെ ക്യാരി ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുകയാണെങ്കിൽ -36നെ -8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -8 into 1 is -8, -8 into 2 is -16, -8 into 3 കോഷ്യന്റ് എന്ത് വേണം? പോസിറ്റീവ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് നമ്പേഴ്സ് എടുക്കാം. അപ്പോൾ -8 into 1 ഇറ്റ് ഈസ്, ഇവിടെ എഴുതേണ്ട വാല്യൂ കണ്ടുപിടിക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ലേ? -8 into ഇവിടെ കിട്ടുന്ന കോഷ്യന്റെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിവിടെ എഴുതുന്നത്. സോ അതാണ് ഞാൻ നോക്കുന്നത്. -8 into 1 is -8, -8 into 2 is -16, -8 into 3 is -24, -8 into 4 is -32, -8 into 5 is -40. സോ നമ്മൾ നോക്കുമ്പോൾ -36 എന്ന് പറയുന്ന വാല്യൂ -32ൻ്റെയും -40യുടെയും മിഡിലാണ് കിടക്കുന്നത് അല്ലേ? സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് -32ൽ നിന്നും 4 യൂണിറ്റ്സും
40യിൽ നിന്നും 4 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് -32ൻ്റെയും -40 ഇടയ്ക്കാണ് എന്ത് കിടക്കുന്നത്, ആര് കിടക്കുന്നത്, -36 കിടക്കുന്നു അല്ലേ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് വേണം, കോഷ്യൻ്റ് എന്ത് വേണം, പോസിറ്റീവ് വേണം. അപ്പോൾ സാധാരണ നമ്മൾ ഡിവിഷൻ പ്രൊസീജിയറാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 24നെ 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യും അല്ലേ. 24നെ 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്, ഈ 24ന് താഴെ ഞാൻ എഴുതുന്ന നമ്പർ, അതായത് ഡിവൈസറിനെ കോഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഈ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 24നേക്കാൾ ചെറുതായിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് റിമൈൻഡർ പോസിറ്റീവ് കിട്ടത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചൂസ് ചെയ്തത്, 4 എന്ന് പറയുന്ന കോഷ്യൻ്റ് ചൂസ് ചെയ്തത്. 5 × 4 is 20 and the remainder is 4. ഈ 4ൻ്റെ സ്ഥാനത്ത് ഞാൻ 5 എടുത്തിരുന്നെങ്കിൽ ഇറ്റ് ബിക്കം 5 × 5 25 ആയിട്ട് വന്നത്. റിമൈൻഡർ എന്ത് വന്നതിന്, നെഗറ്റീവ് വന്നു അല്ലേ. അപ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, 24 സബ്ട്രാക്ട് ചെയ്യാൻ ഞാൻ ചൂസ് ചെയ്യുന്ന നമ്പർ എപ്പോഴും എന്തായിരിക്കണം, 24നേക്കാൾ ചെറുതായിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ -36ൽ നിന്നും സബ്ട്രാക്ട് ചെയ്ത് എനിക്കൊരു പോസിറ്റീവ് റിമൈൻഡർ ആണ് ഇവിടെ വേണ്ടത് അല്ലേ. 0യ്ക്കും 8നും ഇടയിൽ ഒരു പോസിറ്റീവ് റിമൈൻഡർ ആണ് എനിക്കിവിടെ വേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ സബ്ട്രാക്ട് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന വാല്യൂ എന്തിനേക്കാൾ ചെറുതായിരിക്കണം, -36നേക്കാൾ ചെറുതായിരിക്കണം അല്ലേ. അപ്പോൾ -36നേക്കാൾ വലിയ വാല്യൂ ആണ് ഏത്, -32 എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം -40 is a value which is less than -36 അല്ലേ. അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടുത്തെ കോഷ്യൻ്റ് ആയിട്ട് ആരെ ചൂസ് ചെയ്യാം, 5നെ ചൂസ് ചെയ്യാം. Therefore -8 × 5 will become -40. സോ ഇവിടെ എന്ത് എഴുതി, -40 എഴുതി അല്ല. ഇനി എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ വാല്യൂവിൻ്റെ സൈൻ പോസിറ്റീവ് ആക്കി. -36 + 40 is the remainder is 4 അല്ലേ. അങ്ങനെ എനിക്കിവിടെ എന്ത് എഴുതാൻ പറ്റി, കോഷ്യൻ്റ് പോസിറ്റീവായി, അതുപോലെ തന്നെ റിമൈൻഡർ ആയ 4 എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 8 അല്ലേ. സോ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. സോ ഐ ക്യാൻ റൈറ്റ് -36 as -8 × 5 + 4. Here the integers 5 represent the quotient whereas 4 represent the remainder. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത്. സോ എന്താണ്, ഏത് രണ്ട് ഇൻറ്റിജേഴ്സ് എയും ബിയും എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റ് രണ്ട് ഇൻറ്റിജേഴ്സ് ആയ ക്യൂവും ആറും ഉണ്ടാക്കി വെച്ചാൽ when a divided by b we get the quotient as q and remainder as r, where the value of the remainder r lies between 0 and the absolute value of b. So and the Euclidean division lemma എന്ന് പറയുന്നത്. The next topic is Euclidean division algorithm. അതായത് നമ്മൾ ഇന്നലെ നമ്മളുടെ യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറം ഉപയോഗിച്ച് HCF കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി അതല്ലാതെ മറ്റൊരു മെത്തേഡ് ബൈ യൂസിങ് യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ച് നമുക്ക് എന്തിനെ കാൽക്കുലേറ്റ് ചെയ്യാം, HCFനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ അൽഗോരിതമാണ് ഇതെന്ന് പറയുന്നത്. ആ മെത്തേഡിൻ്റെ അൽഗോരിതമാണ് ഏത്, യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. That is, it is a technique to compute HCF of A and B, where A and B are integers. എയും ബിയും ഇൻറ്റിജേഴ്സ് ആവുന്ന കേസിൽ ഇന്നലെ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചത് പ്രൈം നമ്പേഴ്സിൻ്റെ ടേംസിൽ യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറി ഉപയോഗിച്ച് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ HCF കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡായിരുന്നു അല്ലേ. അപ്പോൾ പ്രൈം നമ്പേഴ്സ് സാധാരണ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാറ്റഗറൈസേഷനാണ്. സോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ HCF എപ്രകാരം യുണീക്ക് ഫാക്ടറൈസേഷൻ തിയറി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ രണ്ട് ഇൻറ്റിജേഴ്സായ എയും ബിയും കൺസിഡർ ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും HCF നമുക്ക് എപ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ അൽഗോരിതമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. That is Euclidean division algorithm. It is based on Euclidean division lemma. അപ്പോൾ അൽഗോരിതം തന്നെ എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ആ അൽഗോരിതം ഒന്ന് പറയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതം? യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതത്തിനകത്ത് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. The first step is you have to apply Euclidean division lemma to A and B.
ഏത് രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ആണോ HCF നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ രണ്ട് ഇൻറ്റിജേഴ്സിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുക, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുക. So we can find Q and R such that A is equal to BQ plus R, where R lies between 0 and absolute value of B. അങ്ങനെയെങ്കിൽ എയിലും ബിയിലും ഞാൻ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് നമ്പേഴ്സായി ക്യൂവും ആറും കിട്ടും. സച്ച് ദാറ്റ് എ ഇസ് ഈക്വൽ ടു BQ plus R. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. വാട്ട് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? ഹിയർ ഇഫ് R is equal to 0, ഈ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ R 0 ആയിട്ട് റിമൈൻഡർ 0 ആയിട്ട് പോവുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് HCF ഓഫ് A ആൻഡ് B ഈസ് D. അവിടുത്തെ ഫസ്റ്റ് സ്റ്റേജിൽ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 0 ആണ് കിട്ടുന്നതെങ്കിൽ ഹിയർ ദ HCF ഓഫ് A ആൻഡ് B ക്യാൻ ബി റിട്ടൺ ആസ് B. അതിൽ ചെറിയ വാല്യൂ ആയ B ആയിരിക്കും എന്ന് പറയുന്നത് അവിടുത്തെ HCF എന്ന് പറയുന്നത്. ഇഫ് R നോട്ട് ഈക്വൽ ടു 0, റിമൈൻഡർ 0 അല്ലെങ്കിൽ again we have to apply division lemma to B and R. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിവിഷൻ ലെമ്മ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മയുടെ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം ബൈ യൂസിങ് A ആൻഡ് B ഉപയോഗിച്ച് ലെന്ത് ഉപയോഗിച്ച് B ആൻഡ് R. ആ അവിടുത്തെ ഡിവൈസറിനെയും തൊട്ട് മുമ്പിലത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്ത ഡിവൈസറിനെയും ആ സ്റ്റേജിൽ കിട്ടിയ റിമൈൻഡറിനെ ഉപയോഗിച്ച് വീണ്ടും എന്ത് ചെയ്യണം, ഈ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എപ്പോൾ ഇഫ് ആർ നോട്ട് ഈക്വൽ ടു റിമൈൻഡർ 0 അല്ലാതെ വരുമ്പോൾ. തേർഡ് സ്റ്റെപ്പ് ഈസ് കണ്ടിന്യൂ ദ പ്രോസസ് ടിൽ ദ റിമൈൻഡർ ഈക്വൽ ടു 0. നമ്മൾ എന്ത് ചെയ്യുന്നു, ബിനെ ആറിനെ ഉപയോഗിച്ച് യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ക്യാരി ഔട്ട് ചെയ്യുന്നു. ദെർഫോർ B ഇസ് ഈക്വൽ ടു R ഇൻറ്റു Q പ്ലസ് സം റിമൈൻഡർ എന്ന് വീണ്ടും കിട്ടും അല്ലേ. അപ്പോൾ ആ റിമൈൻഡർ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഇതേ ഡിവിഷൻ ലെമ്മ അപ്പോൾ കിട്ടിയ അപ്പോഴത്തെ ഡിവൈസറിനെയും റിമൈൻഡർ ലാസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ഡിവൈസറിനെ റിമൈൻഡറിനെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ വീണ്ടും നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ദിസ് പ്രോസസ് ദ റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0. റിമൈൻഡർ 0 ആകുന്നത് വരെ ഈ പ്രൊസീജിയർ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. The divisor at this stage will be the HCF of A and B. എപ്പോഴാണോ റിമൈൻഡർ 0 ആകുന്നത് ആ സ്റ്റേജിൽ, സ്റ്റേജ് ഉദ്ദേശിക്കുന്നത് റിമൈൻഡർ 0 ആകുന്ന സ്റ്റേജിൽ, ആ സ്റ്റേജിലെ ഡിവൈസറിൻ്റെ വാല്യൂ ആയിരിക്കും എന്ന് പറയുന്നത് HCF of A and B എന്ന് പറയുന്നത്. സോ ഇതാണ് യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് സെഷനിലാണ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മയുടെ തിയറി പാർട്ട് സാധാരണ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതത്തിന് തിയറി പാർട്ട് സാധാരണ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇത് നമ്മൾ പഠിച്ചത് യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മയും യൂക്ലിഡിയൻ ഡിവിഷൻ അൽഗോരിതത്തിനെ പറ്റിയായിരുന്നു. സോ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ദ എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കുക മനസ്സിലാക്കാനായിട്ട്. സോ ഇൻക്ലൂഡിങ് ദ എക്സാമ്പിൾ എനിക്ക് 3 തവണ എഴുതി പഠിച്ചതിന് ശേഷം ഹോംവർക്സിനായിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.